അപ്സാ കെ റജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ ഫോളോവേഴ്സിന്റെ ഒരു വീഡിയോ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ്: കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം. പുതിയ പരാതി എഴുതിക്കോ. എങ്ങനെയുണ്ട്? സംഭവിക്കില്ലേ? ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാ. ഇപ്പൊ വൈറലാവണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മതി എന്ന് കേട്ടത്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നോ? വെറും പുഴു. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ അപ്പഴാ പറഞ്ഞല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ കിട്ടണതില്? മനസ്സുഖാണോ? എന്താ കിട്ടണം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് കിട്ടില്ലേ? നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ കൈ ഉയർത്തി വെച്ചിരിക്കുകയാണ്. തട്ടുന്നെങ്കിൽ തട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും മേ ബി. അവള് മഹാപഴയാട്ടോ. സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിക്കടാ. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടായി ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു തരത്തിൽ അഭിനയിക്കുകയോ മൂവിയോ ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യമായത്. അയാൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അയാളുടെ കൈ ഒരു തരത്തിലും നീങ്ങുന്നതോ തട്ടുന്നതോ വേറെ ഏതെങ്കിലും ആ ബോഡി പാർട്ടിൽ എത്തുന്നതോ ഞാൻ കാണുന്നില്ല. ഏതൊരു മനുഷ്യനും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു. ഇത് പക്കാ റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ്. ഇത് ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ല ബെൻസേ. ഇൻസ്റ്റാഗ്രാമിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഏകദേശം 104 വീഡിയോസ് ആ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ അധികം റീച്ചിൽ എത്തിയിട്ടുള്ളൂ. ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് സർ. 57 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ. പക്ഷെ ആ ചേട്ടന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇത്തരം തട്ടിപ്പോയാൽ നിനക്കൊക്കെ തമാശയായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള 2 വീഡിയോസാണ് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലുള്ളത്. ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ റീച്ച് ആയിട്ടുള്ള 2 വീഡിയോസും സെയിം വീഡിയോസ് ആണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. ഇങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോസിനെല്ലാം ഭയങ്കരമായ റീച്ച് ലഭിക്കുന്നുണ്ട് നോർമൽ വീഡിയോസിനേക്കാളും. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി ഇത് ഇൻസ്പയർഡ് ആയിട്ട് പലരും ഇതുപോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങും. നാളെ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ഈ ഒരു അനുഭവം വരാം. ചെയ്യാത്ത തെറ്റിന് നമ്മളും മോശക്കാരാകാം. ഇതിനിടയിലൂടെ തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകാം. മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചും റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.